ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2 തരം തോരനാണ് കാണിക്കുന്നത്. ആദ്യമേ തന്നെ ഇരുമ്പൻ പുളി തോരനാണ് കാണിക്കുന്നത്. ഇരുമ്പൻ പുളി സാധാരണ നമ്മൾ അച്ചാറിടാനും പിന്നെ മീനിലിടാനൊക്കെയാണ് എടുക്കാറ്. എന്നാൽ ഇതേപോലൊരു തോരൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ തോരൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഇരുമ്പൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. അതായത് പിഞ്ചായിട്ടുള്ള ഇരുമ്പൻ പുളി വേണം നമ്മൾ എടുക്കാനായിട്ട്. വലിയ ഇരുമ്പൻ പുളി അച്ചാറിടാനും പിന്നെ മീനിലിടാനൊക്കെയാണ് നല്ലത്. ഇതിന് പല സ്ഥലങ്ങളിലും പല പേരാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് എന്നുള്ളത് കമൻറ്റിൽ പറയണേ. ഇനി വേണ്ടത് ചെറിയ ഉള്ളി നന്നാക്കിയതാണ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച ഇരുമ്പൻ പുളിയുടെ 2 സൈഡും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 3 കപ്പ് ഉണ്ടായിരിക്കും. 3 കപ്പ് ഇരുമ്പൻ പുളിക്ക് 1 കപ്പ് ചെറിയ ഉള്ളി വേണം. ഇനി ഈ ഇരുമ്പൻ പുളിയെല്ലാം ഇതേപോലെ ചെറുതാക്കി എരിഞ്ഞെടുക്കുക. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളെടുത്ത ചെറിയ ഉള്ളി ചതച്ചെടുക്കുക. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത്, കുറച്ച് കാന്താരി മുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും റെഡിയാക്കി വയ്ക്കുക. ഇനി ഒരു മൺചട്ടി എടുത്ത് അതിനകത്തേക്ക് തേങ്ങ ചിരവിയത്, കറിവേപ്പില, കാന്താരി മുളക്, ചെറിയ ഉള്ളി ചതച്ചത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇരുമ്പാമ്പുളി ആയതുകൊണ്ട് മൺചട്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പുരട്ടിയെടുക്കുക. കൈവച്ച് ഇതേപോലെ എല്ലാം കൂടെ ഞെരടിയെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഈ സമയത്ത് ഉപ്പ്, മുളക് ഇതൊക്കെ ഒന്നുകൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ എല്ലാം കൂടെ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾക്ക് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. എല്ലാം കൂടെ നടുഭാഗത്തേക്ക് ഇതേപോലെ ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരണം. നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടിയുടെയും തേങ്ങയുടെ ഒക്കെ പച്ചമണമൊന്ന് മാറി കിട്ടണം. അത്രയും സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇതിലത്തെ വെള്ളമെല്ലാം ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തേങ്ങയെല്ലാം സൈഡിലോട്ടാക്കി കൊടുക്കുക. അതിനുശേഷം നടുഭാഗത്തേക്കായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇരുമ്പൻ പുളി ഇട്ട് കൊടുക്കാം. ഇരുമ്പൻ പുളിക്ക് ഒരുപാട് വേവ് കാണത്തില്ല. കാരണം ഏറ്റവും പിഞ്ചായിട്ടുള്ള ഇരുമ്പൻ പുളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് നല്ല ടേസ്റ്റും ആയിരിക്കും, അതേസമയം ഒരുപാട് വേവും കാണത്തില്ല. ഇരുമ്പൻ പുളി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും. ആ ചൂടിൽ തന്നെ ഇരുന്ന് ഇത് വെന്തോളും. ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇരുമ്പൻ പുളിയെല്ലാം നല്ലപോലെ വാടി വന്ന് കാണും. ഇതൊരുപാട് വെന്തുടയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമ്മളുടെ തോരൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇനി നമ്മൾക്കിതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഇനി തുറന്ന് വെച്ചാൽ മതി. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട. തീ അതേ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത മുളക് പൊടിയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾക്ക് പുളി വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾക്ക് ഒരു കാര്യം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ് ഇരുമ്പൻ പുളി തോരൻ. അതേസമയം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും പിഞ്ചായിട്ടുള്ള ഇരുമ്പൻ പുളി വേണം നമ്മൾ എടുക്കാനായിട്ട്. നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ഇതുപോലൊരു ഇരുമ്പൻ പുളി തോരനുണ്ടെങ്കിൽ വേറെ കറിയൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണിതിന്. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഉണ്ടാക്കുന്നത് കാബേജ് തോരനാണ്. കാബേജ് തോരൻ ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കാബേജ് വാങ്ങിക്കുമ്പോൾ 2 തരം കാബേജ് നമുക്ക് കാണാം. ഒന്ന് നല്ല കട്ടിയുള്ള ഏതിലുള്ള കാബേജ്, പിന്നെയുള്ളത് തിന്നായിട്ടുള്ള ഏതിലുള്ള കാബേജ്. അതിൽ കട്ടിയുള്ള ടൈപ്പ് കാബേജ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മളുടെ തോരൻ ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടുന്നത്. 1/4 കിലോ കാബേജ് ഇതേപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞ് വയ്ക്കാം. ഇനി അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കാബേജ് തോരന് നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. പിന്നെ വേണ്ടത് ചീനമുളക് അല്ലെങ്കിൽ പച്ചമുളക് നടുകീറിയത് 4 എണ്ണം, ചെറിയ ഉള്ളി ചെറുതാക്കി എരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ, 1/2 കപ്പ് തേങ്ങ ചിരവിയത്,
1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കുക. കൈവച്ച് നമ്മൾ മിക്സാക്കി കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ ആകെ കൂടെ കുഴഞ്ഞ പോലെ ഇരിക്കും. അതുകൊണ്ട് സ്പൂൺ വെച്ച് നമ്മൾ മിക്സാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് പരിപ്പാണ് കൂടുതൽ നല്ലത്. കൂടെ തന്നെ 3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറെല്ലാം കുറച്ചൊന്ന് മാറി വരും. അത്രയും സമയം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ക്യാബേജ് അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇളക്കി കൊടുക്കുക. മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. മൂടി വെച്ച് കഴിഞ്ഞാൽ ക്യാബേജിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരും. പിന്നെ ഇതാകെ കുഴഞ്ഞ പോലെ ആയിരിക്കും. അതുകൊണ്ട് 5 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ക്യാബേജ് തോരൻ തയ്യാറായിട്ടുണ്ടായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായി. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്